രാവിലെ തന്നെ 5 അടുക്കളയിൽ വന്നായിരുന്നു. ഞാൻ രാമായണം ചൊല്ലി ഇരുന്നപ്പോഴത്തേക്കും ശരണി എഴുന്നേറ്റ് വന്നായിരുന്നു. പിന്നെ ഞാൻ ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ശരണി ചൊല്ലണത്. ഇപ്പോൾ രാവിലെ കപ്പങ്ങ, ഇന്നലെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ കപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. അപ്പോൾ അത് 5 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും. പിന്നെ പാവക്ക തീയലുണ്ടാക്കിയായിരുന്നു. പാവക്ക തലേദിവസം പറ്റിച്ച് വെക്കാറാണ് പതിവ്. ഇന്ന് രാവിലെ ചെയ്തത്. അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ രാമായണം ചൊല്ലാൻ വേണ്ടി പോയിരുന്നത്. 6 മണിക്ക് മുന്നേ രാമായണം ചൊല്ലും ഞാൻ. പിന്നെ 5 വന്നിട്ട് ചെയ്യുമല്ലോ. പിന്നെ 5ഉം ഞാനും ഞങ്ങൾ 3 പേരും കൊണ്ട് അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ അവർക്ക് പിന്നെ പോകേണ്ട തിരക്കല്ലേ, തിങ്കളാഴ്ച ആയതുകൊണ്ട്. തുണി കഴുകലും അടിച്ചു വാരലും ഒക്കെ അവർക്ക് ഡ്യൂട്ടിയാണ്. അതൊക്കെ അവർ ചെയ്തോളും 2 പേരും കൂടി. പിന്നെ ഈ തുണി ഉണക്കാനാണ് ഏറ്റവും പാട്. തുണി മുകളിൽ കൊണ്ട് ഇട്ടിട്ട് വേണം ഉണക്കാൻ. മുകളിൽ കൊണ്ട് കമ്പിയിലിട്ടിട്ട് ഫാനും ഇട്ടേച്ചാണ് ഇവർ പോണത്. പിന്നെ ഞാൻ എടുത്ത് ഉണക്കിയൊക്കെ വെക്കും. വെയിൽ വരുമ്പോഴത്തേക്കും മേളിൽ കൊണ്ട് ഇട്ട് ഉണക്കി പിടിച്ചൊക്കെ വെക്കും. പിന്നെ അങ്ങനെ വെറുതെ തിരക്കായിട്ട് 2 പേരും കൂടി പണിയൊക്കെ കഴിച്ച് പെട്ടെന്ന് 5ഒക്കെയാണ് ആദ്യം ഇറങ്ങണത്. അത് കഴിഞ്ഞ് ഇവർ 9 മണിയാകുമ്പോഴാണ് പോണത്. അങ്ങനെ 2 പേരും പണിയൊക്കെ കഴിച്ച് പെട്ടെന്ന് പോയി. പിന്നെ ഞാൻ മുളകാണെങ്കിൽ ഇന്നലെ കഴുകിയിട്ടിട്ട് മുളക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ മുളക് ഞാൻ ചട്ടിക്കകത്തിട്ട് ചൂടാക്കി കഴുകി ഒരുണക്ക് കഴിഞ്ഞതാണ്. പിന്നെ മഴയാണ്, ഉണക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഇനി പൊടിച്ചെടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇടിച്ച മുളകിട്ടാണ് ഇവിടെ. അതുപോലെ തന്നെ ചോറ് തലേ ദിവസം ഞങ്ങൾ രാത്രിയിലേ ഇട്ട് വെക്കും. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ വെന്തിരിക്കുമല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊരു ഉപകാരമാണ്. അതങ്ങനെ ചെയ്തു വെക്കണമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പണിയാണ്. പിന്നെ